ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു ബിരിയാണിയാണല്ലേ ഹൈദരാബാദ് ബിരിയാണി. കുക്കിംഗ് പ്രോസസ്സ് ആയാലും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലായാലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ബിരിയാണികളിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഹൈദരാബാദ് ബിരിയാണി ആണെന്നാണ്. മസാലയ്ക്ക് വേണ്ടി ഒന്നും പ്രത്യേകം വഴറ്റണ്ട എന്നതാണ് ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെയുള്ള വലിയ വ്യത്യാസം നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല എന്നതാണ്. തക്കാളിക്ക് പകരം പുളിക്ക് നാരങ്ങാനീരാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ട്രഡീഷണൽ ഹൈദരാബാദ് ബിരിയാണി ഇങ്ങനെ തന്നെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് മിക്കപ്പോഴും ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ചെമ്മീൻ കൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നന്നായി വന്നപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ കണ്ട വീഡിയോയിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ചതച്ച് വെക്കാം. ഒരു കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് തൈരും, നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് നടുകീറിയതും, പുളി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെറുനാരങ്ങാനീരും, ഞാൻ ഒരു നാരങ്ങയുടെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നമുക്ക് ചെമ്മീനിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 4 കപ്പ് അരി ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇടണം. ഇനി നമുക്ക് സബോള ഒന്ന് വറുത്തെടുക്കാം. 5 മീഡിയം സൈസിലുള്ള സബോള നല്ല നൈസായി അരിഞ്ഞെടുക്കണം. നമ്മൾ മസാലയിലേക്ക് വേറെ സബോള ഒന്നും വഴറ്റി ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് 5 സബോള വറുക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ചൂടായി വന്നാൽ സബോള 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം. അപ്പുറത്ത് ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സബോള മുഴുവനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാം. അരി വേവിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും 4 കറുവപ്പട്ടയും 5-10 ഏലക്കയും അത്ര തന്നെ കരിയാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഷായി ജീരകം ചേർത്ത് കൊടുക്കാം. നാട്ടിലൊന്നും ചിലപ്പോൾ ഇതെല്ലാവരുടെയും കയ്യിലുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ല പോലെ തിളച്ച് അതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് ദം ഇടാനുള്ള പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കണം. പാത്രം ചൂടായ അതിലേക്ക് സബോള ഫ്രൈ ചെയ്ത നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയിൽ നിന്നും പകുതി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ നല്ലപോലെ ചൂടായി അതിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയാൽ തന്നെ 1/4 വേവായിട്ടുള്ള അരിയിൽ നിന്നും പകുതി നമുക്ക് ചെമ്മീൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ 1/4 വേവ് പോലെ ആയിട്ടില്ല. ബാക്കി മുഴുവനായിട്ടും വേവേണ്ടത് ദമ്മിൽ കിടന്നാണ്. എന്നാൽ മാത്രമേ ആ ചെമ്മീൻ്റെ ഫുള്ളായിട്ടുള്ള ഫ്ലേവർ റൈസിൽ പിടിക്കുള്ളൂ.
ഇനി നമുക്ക് ആ പകുതി റൈസിൻ്റെ മുകളിലായിട്ട് കുങ്കുമപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ സബോള ഫ്രൈ ചെയ്ത നെയ്യിൻ്റെ മിക്സും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയിൽ നിന്നും കുറച്ചും ചേർത്ത് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസ് മുഴുവനായി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുങ്കുമപ്പൂ, നെയ്യ്, ഫ്രൈ ചെയ്ത് വെച്ച സബോള ഇവ ഇട്ട് കൊടുത്ത് മൂടി വെച്ചതിന് ശേഷം ഒരു 30-35 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഞാൻ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലുമാണ് വെച്ചത്. അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ചെമ്പിന് അടിയിൽ തട്ടായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ തട്ട് വെച്ച് കൊടുക്കാം. 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫാക്കി 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് സെർവ് ചെയ്തു. മുകളിലുള്ള റൈസിൽ നിന്നും പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി പകുതി റൈസ് ചെമ്മീൻ മസാലയുമായി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഈ റൈസും പിന്നെ നമ്മൾ ആദ്യം വേറെ മാറ്റി വെച്ച റൈസും ഇടയിലായിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ സെർവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചെമ്മീൻ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡിയായി. നിങ്ങളിൽ പലരും റെസ്റ്റോറൻറ്റിൽ നിന്നും ഹൈദരാബാദ് ബിരിയാണി കഴിച്ചിട്ടുണ്ടാകും. അങ്ങനെ കഴിച്ചിട്ടുള്ളവരിൽ പലരും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ച ഹൈദരാബാദ് ബിരിയാണി സത്യത്തെ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ സ്പൈസസിൻ്റെ ഓവറായിട്ടുള്ളൊരു ഫ്ലേവറാണ് മുന്നിട്ട് നിന്നിരുന്നത്. എന്നാൽ ഈ ഒരു മെത്തേഡിൽ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.